ഇഡ്ഡലി ബാക്കി വന്നാൽ എന്ത് ചെയ്യുന്ന കൺഫ്യൂഷനുണ്ട്. എനിക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ, നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ഇത് തലേദിവസം ഉണ്ടായിരുന്ന ഇഡ്ഡലിയാണ് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് എടുത്ത് ചെറിയ ചെറിയ പീസാക്കി വെക്കുക ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു പാൻ വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് അതിൽ കടുക് ഇട്ട് കൊടുത്ത് നന്നായി പൊട്ടി വന്ന ശേഷം 2 സവാളയായിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി വഴന്ന് വന്ന് സെറ്റായ ടൈമിൽ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല നന്നായി ഒന്ന് വഴന്ന് വന്ന ആ ഒരു ടൈമിൽ 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. എല്ലാ മസാലകളൊക്കെ ഒന്ന് എല്ലാം സെറ്റാവാൻ വേണ്ടിയിട്ട്. അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്ന ടൈമിൽ നമ്മൾ പീസ് ചെയ്ത് വെച്ചില്ല ഇഡ്ഡലി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അയ്യോ, ചിക്കൻ മസാല ഇട്ടിരുന്നു കേട്ടോ, അത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണേ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരിക കേട്ടോ. അത്രേ വേണമുള്ളൂ. ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് അത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഇഡ്ഡലി സെറ്റായി വരട്ടെ. ഇതിൽ തന്നെ ഉപ്പും എരിവും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കറി വേണമെന്നും കൂടി ഇല്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്